അശ്വതി, ഇന്നലെ നമ്മുടെ മന്ത്രി CP ജോൺ നടത്തിയ ഒരു പരാമർശമുണ്ട്. അതെ, നമുക്ക് പോലും അംഗീകരിക്കാൻ പറ്റില്ല, ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കമന്റ് ആയിരുന്നില്ല അദ്ദേഹം നടത്തിയത്. കേരളത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുക, അതായത് ഒരു സ്ത്രീകൾ സൗജന്യ ബസ്സിൽ നമ്മളെന്തോ ഔദാര്യം ചോദിച്ചു വാങ്ങിയതുപോലെ ഇവര് തന്നെയാണ് ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടിയിൽ ഇവർക്ക് അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഈ ഒരു നിർണായക പ്രഖ്യാപനം നടപ്പിലാക്കുന്നു. അപ്പോൾ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര എന്നൊരു രീതിയിലാണ് ഇവർ ആദ്യം വന്നത്. അതിനുശേഷം പിന്നീട് ഇവരെന്താണ് ചെയ്തത്? അധികാരത്തിലേറിയതിനു ശേഷം നൈസായിട്ട് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തതിനു ശേഷം പ്രിയദർശിനി ബസ്സുകളിൽ മാത്രം, അതും എണ്ണം പറഞ്ഞ പ്രിയദർശിനി ബസ്സുകൾ മാത്രമാണ്. അതെങ്ങനെയാണെന്ന് തുടങ്ങിയത്? അതായത് മഹിളാ മോർച്ചക്കാർ ബസ്സിൽ കയറി ചോദിച്ചു, കണ്ടക്ടറോട് ചോദിച്ചു, ഞങ്ങൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ വന്നവരാണ്, ടിക്കറ്റ് തരൂ, ഞങ്ങൾക്ക് യാത്ര ചെയ്തേ പറ്റൂന്ന്. അപ്പോ നിൽക്കക്കളിയില്ലാതെയായി പ്രതിഷേധം ഇരമ്പി ഈ സംസ്ഥാനം തുടനീളം ഇതൊരു വലിയ വിഷയമായി മാറി. അതോടുകൂടിയാണ് ഈ ഒരു 3 മാസത്തേക്കെങ്കിലും ട്രയൽ റൺ എന്ന മട്ടിൽ പ്രിയദർശിനി ബസ്സിൽ ആളുകൾ, സ്ത്രീകൾ സൗജന്യമായി കിട്ടുന്നതോടുകൂടി സൗജന്യ യാത്രയെ വലിയ രീതിയിൽ മുതലാക്കുന്നു എന്നാണ് മന്ത്രി CP ജോൺ പറഞ്ഞ പ്രസ്താവനയിൽ നിന്നും ഞാൻ വായിച്ചെടുത്തത്. ആകെ എണ്ണം പറഞ്ഞ ബസ്സുകളാണ് പ്രിയദർശിനി ബസ്സുകളുള്ളത്. ആ പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് സ്ത്രീകൾ തിങ്ങി നിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ഔദാര്യമാണ്? ഇവരുടെ ക്ലാസ് നിശ്ചയിച്ചോ, അല്ലെങ്കിൽ വരുമാന പരിധി നിശ്ചയിച്ചോ, എന്തെങ്കിലും ഒരു മാനദണ്ഡം നിശ്ചയിച്ചോ? അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ പോകുന്നതും വരുന്നതും എല്ലാം തീരുമാനിക്കാൻ മന്ത്രി CP ജോൺ ആരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. CP ജോൺ ആരാണ്? അതാണ് നമുക്ക് എന്താണ് അതിൽ ഇന്നുള്ള അപ്ഡേറ്റ് എന്നുള്ളത് നോക്കാം. മന്ത്രി CP ജോണിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം കടുപ്പിച്ചു മഹിളാ മോർച്ച. സംസ്ഥാന വ്യാപകമായ സമരത്തിന് ആഹ്വാനം ചെയ്ത മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നും പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്ര ആരുടെയും ഔദാര്യമല്ലെന്നും നവ്യ ഹരിദാസ് ജനം TVയോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഗതാഗത മന്ത്രി എന്തോ ഒരു ഔദാര്യം കൊടുത്തതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, വിജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC യാത്ര എന്ന് പറഞ്ഞത് വളരെ പരിമിതപ്പെടുത്തി പ്രിയദർശിനി ബസ് എന്ന് ലേബലൊട്ടിച്ച വളരെ ചെറിയ സംവിധാനത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയും, എന്നാൽ ആ സംവിധാനം ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി നടത്തിയിരിക്കുന്നത്. രമ്യദാസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അതായത് ഇതിപ്പോൾ നവ്യ ഹരിദാസിന്റെ ഒരു ഒറ്റപ്പെട്ട പ്രതികരണമല്ല ഇത്. കേരളത്തിലെ ഓരോ സ്ത്രീക്കും ഓരോ പെൺകുട്ടിക്കും പറയാനുള്ളത് ഇത് തന്നെയാണല്ലേ? തീർച്ചയായും. കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വയം അവകാശപ്പെടുന്ന CP ജോൺ ആണ് ഇപ്പൊ പിണറായിയുടെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി ഇതിനെക്കാട്ടി കുറച്ചുകൂടി മയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത്രയധികം സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. എന്തായാലും ഇത് ഒന്നടങ്കം സ്ത്രീകളെ അപമാനിക്കുന്നതായിരുന്നു രമ്യ. അതായത് ഇന്നലെ രാവിലെ ഒരു പരാമർശം നടത്തുന്നു, പിന്നീട് മന്ത്രിയുടെ പ്രതികരണമായിരുന്നു. കാരണം വരുന്നു, ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. അങ്ങനെ ന്യായീകരിച്ച് എത്രത്തോളം കണ്ടിട്ടും അത് സ്ത്രീകൾ കേട്ടു, നമ്മുടെ മലയാള മണ്ണ് അത് കേട്ടു, എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറങ്ങുന്നുണ്ട്. മഹിളാ മോർച്ച നിലപാട് കടുപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് മഹിളാ മോർച്ചയുടെ പ്രതിഷേധ പരിപാടികളൊപ്പം തന്നെ നവ്യ ഹരിദാസ് പറഞ്ഞു വെച്ചത്? അശ്വതി, രാഗി, തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം തന്നെയാണ് ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ നടത്തിയത്, കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഇന്നും ഇരമ്പും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, മന്ത്രിയുടെ കോലം കത്തിക്കൽ ഉൾപ്പെടെ ഉണ്ടാകും. കാരണം സ്ത്രീകൾ ആരും ചോദിച്ചു വാങ്ങിയതല്ല ഈ ഔദാര്യം, കാരണം സർക്കാരിന്റെ ഔദാര്യവുമല്ല. കാരണം കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ, അതായത് UDFന്റെ പ്രകടന പത്രികയിൽ അവർ നൽകിയ വാഗ്ദാനമായിരുന്നു ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വിജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി. പക്ഷേ ഈ പദ്ധതി പിന്നീട് വിജയിച്ചതിനു ശേഷം നാമം മാത്രമായി ഒതുക്കി എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്ന ആരോപണം. കാരണം നാമം മാത്രമായ ബസ്സുകൾ മാത്രമാണ് പ്രിയദർശിനി ബോർഡ് വെച്ച് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷേ ഈ പദ്ധതി ഇത്തരത്തിൽ സ്ത്രീകൾ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു, അതായത് വലിയ രീതിയിൽ സ്ത്രീകൾ ഈ ഒരു പദ്ധതി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. കാരണം ബസ്സുകളിൽ പൈസ കൊടുക്കാതെ വലിയ രീതിയിൽ സ്ത്രീകൾ ബസ് ഉപയോഗിക്കുന്നു. പക്ഷേ എന്നാൽ അവർ തന്നെയാണ് കുട്ടികളെ വലിയ രീതിയിൽ ഫീസ് ഒക്കെ കൊടുത്തിട്ട് സ്വകാര്യ സ്കൂളുകളിൽ അയക്കുന്നു. അതുപോലെ ആരോഗ്യരംഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത്തരത്തിലൊരു പരാമർശം നടത്തി. കാരണം സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിൽ രോഗികൾ എത്തുന്നു, പക്ഷേ പലരും ഈ വരാന്തയിൽ ഉൾപ്പെടെ കിടക്കുന്നു. കാരണം അപ്പോൾ ഇത്തരത്തിൽ സൗജന്യം കിട്ടുമ്പോൾ അത് വലിയ രീതിയിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് മന്ത്രി സ്ത്രീകൾക്കെതിരെ നടത്തിയത്. ഈ
സ്ത്രീ വിരുദ്ധ പരാമർശത്തിലാണ് ഇന്നിപ്പോൾ മഹിളാ മോർച്ചയുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇരമ്പുന്നത്. അതായത് മക്കളുടെ വിദ്യാഭ്യാസം അതുപോലെ ചികിത്സ എന്നിവയ്ക്കൊക്കെ ഇത്തരത്തിൽ കുട്ടികളുടെ പഠിത്തത്തിൽ, കാരണം ഏതൊരു മാതാപിതാക്കളുടെയും വലിയൊരു ആശയം തന്നെയാണ് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, മികച്ച സ്കൂളിലൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ വലിയ രീതിയിൽ പണം മുടക്കാൻ മാതാപിതാക്കളായി പ്രത്യേകിച്ചും സ്ത്രീകൾ തയ്യാറാവുന്നുണ്ട്. എന്നാൽ ഈ ആരോഗ്യരംഗം അല്ലെങ്കിൽ യാത്ര എന്നിവയിൽ അവർ പണം മുടക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തരത്തിൽ സൗജന്യമായി കിട്ടുന്ന കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി എല്ലാവരും നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഇൻഷുറൻസ് പദ്ധതി, ആയുഷ്മാൻ ഭാരത് പദ്ധതി ഒന്നും നടപ്പിലാക്കാൻ ഇവിടെ തയ്യാറായിട്ടില്ല. എങ്കിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ഇൻഷുറൻസ് തുകയുടെ പരിരക്ഷയൊക്കെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പം നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിലേക്ക് അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. പലപ്പോഴും ഈ രോഗികളൊക്കെ തറയിൽ ഉൾപ്പെടെ കിടക്കേണ്ട അവസ്ഥയുണ്ട് അവിടെ എത്തുന്നപ്പോൾ. സർക്കാർ നടപ്പിലാക്കേണ്ട പല പദ്ധതികളും നടപ്പിലാക്കുന്നില്ല, പൊതുജനങ്ങൾക്ക് നൽകേണ്ട പല സൗകര്യങ്ങളും നിഷേധിക്കുന്നു. ഇത് പലത് ഇടത് സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മോശം അവസ്ഥയിലേക്ക്, സർക്കാർ ആശുപത്രികളുടെ ആവട്ടെ മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇത്തരത്തിൽ ആക്ഷേപം കേൾക്കുന്നത് നിലവിൽ ഇപ്പോൾ സ്ത്രീകളും കൂടിയാണ് എന്നുള്ളതാണ്. കാരണം ഈ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉപയോഗിക്കുന്നതുകൊണ്ട് സ്ത്രീകൾ ഇത്തരത്തിൽ ആക്ഷേപമേൽക്കുന്നു. സർക്കാർ സംവിധാനം ഇപ്പോൾ ആരോഗ്യരംഗത്തെ ഉൾപ്പെടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് അതിനും സ്ത്രീകളാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയത്. ഈ ഒരു പ്രസ്താവനയിലാണ് സ്ത്രീകൾക്കെതിരെ, കാരണം കുറഞ്ഞ കുറേ കാലങ്ങളായി തന്നെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, പലയിടങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യം ഉണ്ടായിട്ടൊന്നുമല്ല സ്ത്രീകൾ യാത്ര ചെയ്തു. സ്ത്രീകൾ സർക്കാരിന്റെ ഔദാര്യം പറ്റിയിട്ടല്ല ജോലിക്ക് പോയിരുന്നതോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതോ. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് സഞ്ചരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നിശ്ചയിക്കാനുള്ള ഒരാളല്ല മന്ത്രി CP ജോൺ. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ കാണിച്ച ആ ഒരു വൃത്തികെട്ട മനോഭാവമുണ്ടല്ലോ അല്ലേ, അതാണ് ഇവരെ പോലെ മന്ത്രി കസേരയിൽ ഇരുന്ന് അധ്വാനിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി ജനകീയ വിഷയം. പ്രിയദർശിനി ബസ് അപകടത്തിൽപ്പെട്ട എത്ര പേരാണ് ഇപ്പൊ ഇതിനോടകം ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മരണപ്പെട്ടത്? ഈ മന്ത്രി ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? ഇതുവരെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? പ്രിയദർശിനി ബസ് പലപ്പോഴും കട്ടപ്പുറത്താണ്. മന്ത്രി വാ തുറന്നിട്ടുണ്ടോ? മന്ത്രിക്ക് അതിനൊന്നും വാ തുറക്കാൻ പറ്റില്ല. ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ബസ് ബ്രേക്ക് പൊട്ടിയിട്ട് പാലക്കാട് വലിയൊരു അപകടം സംഭവിച്ചിരുന്നു. നെല്ലിയാമ്പതിയിൽ 72 യാത്രക്കാരുമായി പോയിട്ട് അവിടെ ഒരു സ്ത്രീയാണ് മരിച്ചത്. മന്ത്രി എത്ര ആ കുടുംബത്തെ പോയി കണ്ട് ആശ്വസിപ്പിച്ചു, തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ പ്രിയദർശിനി ബസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ അവർ അവിടുത്തെ വരാന്തയിൽ, അതായത് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നില്ല. ഇതാണ് മന്ത്രിയുടെ പരാതി. അല്ല, അപ്പൊ സർക്കാർ ആശുപത്രിയിൽ അത്രയും സൗകര്യമില്ലാത്തത് കൊണ്ടാകണമല്ലോ നമുക്ക് വരാന്തയിൽ കിടക്കേണ്ടി വരുന്നത് മന്ത്രി. അപ്പൊ മന്ത്രി തന്നെ സർക്കാർ ആശുപത്രിയെ പറ്റിയുള്ള ആ അവസ്ഥ പറയാതെ പറഞ്ഞു. അംബാസഡേഴ്സ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് ഒന്ന് നന്നാവുക അല്ലേ? തീർച്ചയായും മന്ത്രി കസേരയിലിരുന്ന അധികാരത്തിന്റെ എല്ലാ പ്രിവിലേജും അനുഭവിച്ചുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം, കൃത്യസമയത്ത് പോകാൻ അകമ്പടി വാഹനങ്ങൾ, ഇങ്ങനെയുള്ളവർക്ക് സ്ത്രീകളുടെ സൗജന്യ യാത്രയെ വിമർശിക്കാൻ എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ? എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ? സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഈ സൗജന്യ ബസ് യാത്ര വേണ്ടായിരിക്കും. കാരണം വാഹനമുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാകാം, കൊണ്ടുപോകാൻ ഡ്രൈവർമാരുണ്ടാകാം. കേരളത്തിലെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല കേട്ടോ. അധ്വാനശീലമുള്ള നല്ല സ്ത്രീകൾ താമസിക്കുന്ന ഇടം തന്നെയാണ് കേരളം. മാത്രമല്ലല്ലോ, അതായത് സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെയും ഫണ്ട്, അതായത് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതല്ല, അത് ജനങ്ങളുടെ പണമാണ്, നികുതി പണമാണ്. അതെടുത്ത് വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. എന്നിട്ടാണ് ഇത്തരം പറച്ചിലുകൾ കൂടി സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേട്. തീർച്ചയായും മേലനങ്ങി ഉണ്ണുന്ന, കുടുംബം പുലർത്തുന്ന ഒരുപാട് സ്ത്രീകൾ ഉള്ള നാടാണ്. മേലനങ്ങാതെ മന്ത്രി കസേരയിൽ ഇരുന്ന് അഴിമതി കാണിച്ച് ഉണ്ണുന്ന മന്ത്രിമാരുള്ള നാടും കൂടിയാണ്. അതും കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കട്ടെ.